ഹായ് ഹലോ എല്ലാവർക്കും സബാസ് കുക്കിംഗ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റായും ഡിന്നറായും അതുപോലെ ഈവനിങ് സ്നാക്കായും ഒക്കെ കറിയില്ലാതെയും കറിയോടെയും കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു പൊരിച്ച പത്തിരിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. പൊരിച്ച പത്തിരി, എണ്ണപ്പത്തിരി എന്നെല്ലാം പറയും ഇതിന്. അപ്പോൾ നമുക്ക് വേഗം തന്നെ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ, അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതിനുശേഷം തൊട്ടടുത്ത് കാണുന്ന ആ ഒരു കുഞ്ഞു ബെല്ലൈക്കണും കൂടെ മറക്കാതെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും ഉടൻ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് വേഗം തന്നെ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പൊരിച്ച പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 3 പച്ചമുളക്, 4 വെളുത്തുള്ളി, ഒരു 5-6 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. അതെല്ലാം ഒരു മിക്സീൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് ഒതുക്കിയെടുക്കാം. അങ്ങനെ ഇതുപോലെ ഒന്ന് ഒതുക്കിയെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ റെഡിയാക്കിയാൽ മതി. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം ഇതൊന്ന് മാറ്റി വെച്ചിട്ട് സെയിം മിക്സീൻ്റെ ജാറ് തന്നെ എടുക്കുക, കഴുകുകയൊന്നും വേണ്ട. എന്നിട്ട് അതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയതും 1 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ടിട്ട് ഇതും ഒന്ന് നന്നായിട്ടൊന്ന് ഒതുക്കിയെടുത്തിട്ട് വരാം. അപ്പോൾ ഇതുപോലെ ഒന്ന് ഒതുക്കിയെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ റെഡിയാക്കുക. ഇനി ഇതൊന്ന് മാറ്റി വെക്കുക. എന്നിട്ട് നമ്മൾ ഏത് പാത്രത്തിലാണോ പൊരിച്ച പത്തിരിക്ക് വേണ്ടിയുള്ള മാവ് റെഡിയാക്കുന്നത് ആ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടൊന്ന് ചൂടാക്കുക. ചൂടായതിന് ശേഷം 2 ടീസ്പൂണോളം ഗീ ഒഴിച്ചു കൊടുക്കാം. ഗീ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ ഒതുക്കി വെച്ച ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്ന കാണുമ്പോൾ, ഈ ഒരു രീതിയിൽ കളറായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ 2 കപ്പ് അരിപ്പൊടിയാണ് എടുക്കുന്നത്. അപ്പോൾ 1 കപ്പിന് 1.5 കപ്പ് എന്ന അളവിനാണ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ 3 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. നമ്മൾ ഏത് കപ്പിനാണോ അരി എടുത്തത് ആ ഒരു കപ്പിന് തന്നെ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നല്ലോണം ഒന്ന് തിളക്കാൻ വേണ്ടി അടച്ചു വെക്കാം. ഇപ്പോൾ നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി വീണ്ടും ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ 250 ml കപ്പിന് അളന്നിട്ടാണ് ഞാൻ അരിപ്പൊടി എടുക്കുന്നത്. 1.5 കപ്പ് അരിപ്പൊടിയും, അരിപ്പൊടി എന്ന് പറയുമ്പോൾ വറുത്തതോ വറുക്കാത്തതോ ആയ അരിപ്പൊടി എടുക്കാം. നമ്മൾ അപ്പത്തിനും ഇടിയപ്പത്തിനെല്ലാം എടുക്കുന്ന അരിപ്പൊടിയില്ലേ അത്, പിന്നെ 1/2 കപ്പ് പുട്ടുപൊടിയും കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിട്ടിട്ട് നന്നായിട്ട് തന്നെ മിക്സാക്കി കൊടുക്കുക. പിന്നെ ആരെങ്കിലും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. അങ്ങനെ നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തീ ഓഫ് ചെയ്തിട്ട് ഒരു 4-5 മിനിറ്റോളം ഇതൊന്ന് അടച്ച് വെക്കാം. അടച്ച് വെച്ചിട്ട് ഒരു 4 മിനിറ്റെല്ലാം കഴിയുമ്പോൾ ഇതൊന്ന് തുറന്നിട്ട് നമുക്ക് കൗണ്ടർ ടോപ്പുമ്പിലേക്ക് ഇതിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് കൈ കൊണ്ട് തൊടാൻ പറ്റുന്ന രീതിയിലാവുമ്പോൾ ചെറു ചൂടോടെ തന്നെ കുഴച്ച് കൊടുക്കുക. ഒരുപാട് ചൂട് പോകാൻ നിൽക്കണ്ട, അത്യാവശ്യം ചൂടിൽ തന്നെ കുഴച്ചെടുക്കുക. നല്ലോണം പൊള്ളുന്നുണ്ടെന്നുണ്ടെങ്കിൽ അല്പം പച്ചവെള്ളം തൊട്ട് കുഴച്ചെടുത്താൽ മതി. അങ്ങനെ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കുഴച്ചിട്ടുണ്ട്. ഈ ഒരു രീതിയിലൊന്ന് കുഴച്ചിട്ടാകുമ്പോൾ എല്ലാം കൂടി ഒന്നിച്ചിട്ട് ആ ഒരു ഇതായിട്ടാകുമ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് പരത്തി കൊടുത്തതിന് ശേഷം അതിൻ്റെ നടുവിലായിട്ട് നമ്മൾ ഒതുക്കി വെച്ച തേങ്ങ ഉണ്ടല്ലോ, ജീരകം കൂട്ടി ഒതുക്കിയത്, അതിട്ട് കൊടുക്കാം. എന്നിട്ട് 1 ടീസ്പൂൺ കറുത്ത എള്ളും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എള്ളില്ലെങ്കിൽ കരിഞ്ജീരകം ചേർത്ത് കൊടുത്താൽ മതി. കരിഞ്ജീരകം ഇല്ലെങ്കിൽ ഒന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഒതുക്കിയെടുത്ത തേങ്ങയും ജീരകവും അതൊക്കെ മാത്രം മതി. എന്നിട്ട് എല്ലാം കൂടി ഈ തേങ്ങൻ്റെ മിക്സെല്ലാം ഈ മാവിൽ നന്നായിട്ട് മിക്സായി എന്ന് കാണുമ്പോൾ നമുക്ക് ഈ ഒരു മാവിനെ 2ആയിട്ട് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് ഓരോന്നും നന്നായിട്ട് കുഴച്ച് കൊടുക്കുക. ഒരു 3-4 മിനിറ്റ് നന്നായിട്ട് കുഴച്ച് മാവ് നല്ല സോഫ്റ്റാക്കി എടുക്കുക. പിന്നെ മാവ് കുഴക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വെള്ളത്തിൻ്റെ കുറവാറ്റം തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ച് റെഡിയാക്കി എടുത്താൽ മതി. ഓരോ പൊടിക്കും വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വരും. അതുകൊണ്ട് നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ചേർത്തിട്ട് കുഴച്ച് കൊടുക്കുക. ഒരുപാടങ്ങ് ചേർക്കരുത്, കുറച്ചായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ച് നല്ല സോഫ്റ്റാക്കി എടുക്കുക. അങ്ങനെ മാവ് നന്നായിട്ട് കുഴച്ച് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. കണ്ടോ, ഇത് തൊടുമ്പം തന്നെ നല്ല സോഫ്റ്റാണ്. എന്നിട്ട് ഇതുപോലെ കൈകൊണ്ട് ആദ്യം ചെറുതായിട്ടൊന്ന് പരത്തിയിട്ട് ചപ്പാത്തി കോല് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പരത്തി കൊടുക്കാം. തീരെ കനം കുറച്ച് പരത്തരുത്. ഇതുപോലെ അത്യാവശ്യം കട്ടിയിൽ തന്നെ പരത്തിയെടുക്കുക. എന്നിട്ട് കുക്കിംഗ് കട്ടറോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു ബൗളോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഗ്ലാസ്സോ വെച്ചിട്ട് ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ബാക്കി വന്ന മാവില്ല, അത് കളയൊന്നും വേണ്ട. ഇതുപോലെ എടുത്തിട്ട് മാറ്റിയിട്ട്
നമുക്ക് വീണ്ടും നന്നായിട്ട് കുഴച്ചിട്ട് പരത്തിയിട്ട് സെയിം രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഈ ഒരു കട്ടിയിൽ വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാൻ, പരത്തിയിട്ട് കട്ട് ചെയ്തെടുക്കാൻ. എന്നിട്ട് ഇതിൻ്റെ സൈഡ് നമുക്കിതുപോലെ ഒന്ന് ഉരുട്ടിയിട്ട് ലെവലാക്കി കൊടുക്കാം. കയ്യിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ കൗണ്ടർ ടോപ്പ് പോലെ വെച്ചിട്ടോ ഒന്ന് സൈഡ് ചെറുതായിട്ടൊന്ന് ഉരുട്ടിയിട്ട് നന്നായിട്ട് ലെവലാക്കി കൊടുക്കുക. നല്ലോണം കനം കുറച്ച് പോകരുത്. ഈ ഒരു കട്ടിയിൽ നിങ്ങൾ പരത്തിയിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാം സൈഡൊക്കെ റെഡിയാക്കിയതിന് ശേഷം ഞാനൊന്ന് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളതും കൂടി സെയിം രീതിയിൽ തന്നെ പരത്തി കട്ട് ചെയ്തെടുക്കട്ടെ. മാവെല്ലാം പരത്തി ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ടോ എന്ന് അറിയാൻ പത്തിരിൻ്റെ ചെറിയൊരു കഷ്ണം അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അത് നല്ലോണം പൊങ്ങി വരുന്നതെന്ന് കാണുമ്പോൾ നമുക്ക് കട്ട് ചെയ്ത് വെച്ച പത്തിരി ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കുന്ന സമയത്ത് എണ്ണ നല്ല ചൂടിലായിരിക്കണം. എന്നിട്ട് തീ അല്പം ഒന്ന് കുറച്ചിട്ട് ഈ ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് തിരിച്ച് മറിച്ച് വിട്ടിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു 3-4 പ്രാവശ്യം തിരിച്ച് മറിച്ചിട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കുക. ചെറിയൊരു കളർ മാറുമ്പോൾ ഇതാ ആദ്യം ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്ന സമയത്ത് നമുക്ക് കോരി മാറ്റാം. അങ്ങനെ തിരിച്ച് മറിച്ച് വിട്ടിട്ട് ഇതാ ഇതുപോലെ നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇതുപോലെ ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടാകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. എടുത്തിട്ട് സ്ട്രെയിനറിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ബാക്കിയുള്ളതും കൂടി ഇതേപോലെ തന്നെ ഫ്രൈ ആക്കി എടുക്കാം. അങ്ങനെ പൊരിച്ച പത്തിരിയെല്ലാം പൊരിച്ചതിന് ശേഷം ഞാനിതാ ചൂടോടെ തന്നെ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. ഈ ഒരു പൊരിച്ച പത്തിരി നമ്മുടെ കണ്ണൂർ ഭാഗത്തൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. നമ്മളെ കണ്ണൂർ ഭാഗത്തൊക്കെ നെയ്പ്പത്തിലാണ് ചായക്കടകളിലും അതുപോലെ വീട്ടിലെല്ലാം അധികവും ഉണ്ടാക്കുന്നത്. ഈ ഒരു പൊരിച്ച പത്തിരി കോഴിക്കോട് ഭാഗത്തൊക്കെയാണെന്ന് തോന്നുന്നു. ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി നോക്കിയതാണ്. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നെയ്പ്പത്തിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായ ഒരു രുചി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. കൂടെ ഞാൻ ഒരു സ്പെഷ്യൽ ബീഫ് റോസ്റ്റാണ് ഉണ്ടാക്കിയത്. നല്ല ടേസ്റ്റാണ്, കറി കൂട്ടിയിട്ടും കറി കൂട്ടാതെയും ഒക്കെ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഇഷ്ടമായ അഭിപ്രായം പറയാൻ, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്.